ഹായ് ഗൈസ്, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കല്ലേ? ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചെങ്കിൽ എന്നെ അറിയണം, എൻ്റെ കുറച്ച് ജൂനിയേഴ്സും എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ദുബായിൽ വന്ന് വർക്ക് ചെയ്യണതെന്ന്. വൈദവായി ഞാൻ നേഴ്സാണ്, ദുബായിലാണ് വർക്ക് ചെയ്യണത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത് ആ സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓർ നഴ്സിംഗ് കൗൺസിലിൻ്റെ ലൈസൻസ് ആണ് വേണ്ടത്. ആ ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഹെൽത്ത് കെയർ ഫീൽഡിലോ ഒരു ഹോസ്പിറ്റൽ സെക്ടറിലോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഏത് എമിറേറ്റിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ എമിറേറ്റിൻ്റെ എക്സാം എഴുതണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ അബുദാബിയിലേക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ അവിടുത്തെ എക്സാം ഹാദാണ്. ഇനി ദുബായ്ക്കാണെന്ന് വെച്ചെങ്കിൽ ദുബായിൽ എക്സാം DH ആണ്. ഷാർജയിലേക്കാണെന്ന് വെച്ചെങ്കിൽ MOH ആണ്. അങ്ങനെ ഓരോ എമിറേറ്റിനും ഡിഫറെൻറ്റ് എക്സാംസ് ആണുള്ളത്. സോ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ DH എക്സാം എഴുതിയത്. DH എൻ്റെ ഫുൾ ഫോം ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നാണ് കേട്ടോ. ഞാനത് കോച്ചിങ് എടുത്തതിന് ശേഷമാണ് DH എക്സാം എഴുതി. DH എക്സാം പാസ്സായപ്പോൾ നമുക്ക് 2-3 പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റേഷനാണ്. നമുക്ക് UAE എംബസിയുടെയും ഇന്ത്യൻ എംബസിയുടെയും അറ്റസ്റ്റേഷൻ വേണം. അത് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഡാറ്റ ഫ്ലോ വേണം, ഒരു ഗുഡ് സ്റ്റാൻഡിങ് വേണം, ഒരു DH എലിജിബിലിറ്റി ലെറ്റർ വേണം. ഇത് 3 പേപ്പർ വർക്ക്സ് ആണ്. ഞാൻ എവിടെയാണോ കോച്ചിങ് എടുത്തത് ആ കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് എനിക്കത് ചെയ്തു തന്നത്. ഞാൻ ചേർത്തലയിൽ ആൻജനീസ് അക്കാഡമിയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ പേപ്പർ വർക്ക്സ് എല്ലാം അവർ നമുക്ക് ചെയ്തു തന്നു. അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് കിട്ടിയതിന് ശേഷം ഞാൻ വിസിറ്റ് വിസയിൽ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ വിസിറ്റ് വിസയിൽ വന്നിട്ട് എങ്ങനെ ജോലി കിട്ടി, ഏതൊക്കെ സൈറ്റിലാണ് അപ്ലൈ ചെയ്തത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്, ഇൻ്റർവ്യൂസിന് കോമൺ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, ഇതിനൊക്കെ കുറിച്ചിട്ട് നെക്സ്റ്റ് വ്ളോഗിലിടാം കേട്ടോ, നെക്സ്റ്റ് പാർട്ടിൽ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.